നരേന്ദ്രമോദി പുതുവർഷത്തിൽ ട്രംപിനെ പ്രീതിപ്പെടുത്തുകയാണ്, സന്തോഷിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. എങ്ങനെയാണത്? അമേരിക്ക അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ ഇപ്പോൾ വളരെ മാന്ദ്യത്തിലാണ് എന്ന് അമേരിക്കയ്ക്കും ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാം, ഇന്ത്യക്കും അറിയാം. ഇന്ത്യ അത് അറിഞ്ഞുകൊണ്ട് തന്നെ കളിക്കുന്നത്. $130 ബില്യൺ അല്ലേ കടത്തിൽ? അതെ, വലിയ കടത്തിലുമാണ്. അപ്പോൾ ആ അമേരിക്കയെ നമ്മൾ സന്തോഷിപ്പിക്കുന്നില്ല എന്നൊക്കെ ട്രംപ് പ്രസ്താവിച്ചത് നമ്മൾ കണ്ടു. എന്നാൽ അമേരിക്കയ്ക്ക് വലിയൊരു ബമ്പർ അടിക്കാൻ പോകുന്നു, ഒപ്പം ഇന്ത്യക്കും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ബുദ്ധിമാനായ ബുദ്ധിരാക്ഷസനായ മനുഷ്യനാണ്. അദ്ദേഹം പല സന്ദർഭങ്ങളിൽ പൊട്ടനെ പോലെ അഭിനയിക്കും. അതേപോലെ തന്നെ ആശയങ്ങൾ ഒളിച്ചു കിടത്തും, ചിലപ്പോൾ അതിവിദഗ്ധമായി സംസാരിക്കും. പക്ഷെ നമ്മൾ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വിടുവായത്തങ്ങൾ എന്ന രീതിയിൽ മാത്രമാണ്. അദ്ദേഹം ഒരു മികച്ച കച്ചവടക്കാരനാണ്. ട്രംപ് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം അമേരിക്കയിലെ ഒരു കൊടീശ്വരനാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അദ്ദേഹം ബിസിനസ് നടത്തി പണമുണ്ടാക്കിയ ഒരാളാണെങ്കിൽ അയാൾക്ക് രാജ്യത്തെ എങ്ങനെ സമ്പന്നതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നറിയാം. അതായത് തൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ചൈനയെ തടഞ്ഞു നിർത്തി ഒന്നാം സ്ഥാനത്തിലേക്ക് അമേരിക്കയെ ഇനിയുള്ള നൂറ്റാണ്ടുകളിലും നിലനിർത്താൻ വേണ്ടി അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടുത്തെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രങ്ങൾ ഒക്കെ ചേർന്നുകൊണ്ട് വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ട്രേഡ് വാറുമായിട്ട് ഇറങ്ങിത്തിരിച്ചത്. അതൊരു നിസ്സാര സാധനമല്ല. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ പല രാജ്യങ്ങളെയും വിഴുങ്ങാൻ ശേഷിയുള്ള ഒരു ആയുധം തന്നെയാണ്. അതൊരു സാമ്പത്തിക ഇന്ത്യയെ വിഴുങ്ങാൻ പറ്റുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ വിഴുങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലോട്ടറി അടിക്കാനുള്ള കാരണവും ആയി മാറുന്നത്. നമ്മളതിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നല്ല മനുഷ്യനാണ്, ഞാനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ്, പക്ഷേ അദ്ദേഹം എന്നെ സന്തോഷിപ്പിക്കുന്നില്ല, എന്നെ സന്തുഷ്ടനാക്കുന്നില്ല, എങ്കിൽ മാത്രമേ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഞാൻ 100% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് അദ്ദേഹം. രാജാക്കന്മാർ അന്തപുര നിവാസികളായ സ്ത്രീകളെ പറ്റി പറയുന്ന പോലെ അവൾ എന്നെ സന്തുഷ്ടനാക്കി ഞാൻ നിന്നിൽ പ്രീതനാവുമ്പോൾ എന്ന് പറയുന്ന പോലെ. ഇതുപോലെ എന്തൊരു വർത്തമാനം പറയും, ഇയാളുടെ സന്തോഷം നോക്കിക്കൊണ്ടാണല്ലോ. അല്ല, അതിൽ എൻ്റെ പിന്നിൽ രഹസ്യമുണ്ട്. അതായത് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ മറ്റൊരു മുഖം അമേരിക്കയെ ഗ്രേറ്റ് എഗെയിൻ എന്ന രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പം അതിന് അദ്ദേഹം പരമ്പരാഗതമായ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ രീതിയല്ല അനുവർത്തിക്കുന്നത്. കാരണം പരമ്പരാഗതമായ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് എല്ലാം ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു ജൈത്രയാത്രയുടെ കാലഘട്ടത്തിലാണ് അവർ ആ രാജ്യത്തെ ഭരിച്ചിരുന്നത്. എന്നാൽ ഒബാമയുടെ കാലം മുതൽ തിരിച്ചറിഞ്ഞു അമേരിക്ക അതിൻ്റെ ആ ഒരു ഗ്രേറ്റ്നെസ്സിലേക്ക് നിലനിർത്താനായിട്ട് അധികം നാൾ മുന്നോട്ട് ഈ രീതിയിൽ പോകാൻ പറ്റുകയില്ല. ചൈനീസ് വ്യാളി നമ്മളെ പിന്തുടരുന്നുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യൻ കടുവയും നമ്മളോടൊപ്പം ഉണ്ട് എന്നവർക്കറിയാം. അപ്പം അതുകൊണ്ട് അവരുടെ ദീർഘകാല നയ പദ്ധതികളുടെ ആവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇപ്പോൾ നിരന്തരം ചില കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഒരു ചർച്ചയിൽ പറഞ്ഞു, റഷ്യയെ എൻഗേജ്ഡ് ആക്കി. റഷ്യയെ ഒരു ഉപരോധത്തിലാക്കി നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നാസയെ വെല്ലുന്ന അവരുടെ സ്പേസ് ടെക്നോളജിയെ ഇവർക്ക് ബ്രേക്ക് ചെയ്യണം. അതിന് റഷ്യയാണ് ഇവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി എല്ലാ കാര്യത്തിനും. ആ വെല്ലുവിളിയെ തടഞ്ഞു നിർത്തണമെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെയും ജനാധിപത്യ മൂല്യങ്ങളെ അട്ടിമറിക്കുന്നതിൻ്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് റഷ്യക്കെതിരെ ഉപരോധം ഉണ്ടാക്കിയേ പറ്റൂ. അപ്പോൾ ചോദിക്കും ചൈന പക്ഷേ അവരെ തിരിച്ചറിയാൻ വൈകിപ്പോയി. കാരണം ചൈനയ്ക്ക് സാമ്രാജ്യത്വ മോഹമോ അമേരിക്കയുമായിട്ട് കുറേ അകലെ കിടക്കുന്ന രാജ്യം എന്ന രീതിയിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാകുമോ എന്നൊന്നും ഇവർ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു ഏഷ്യൻ പ്രാദേശിക ശക്തി അതിനപ്പുറം പോകില്ലെന്ന്. പക്ഷേ ചൈനയെ വളർത്തിയപ്പോൾ അവർ മനസ്സിലാക്കി ചൈന ലോകവ്യാപകമായിട്ട് അവരുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ അവർക്ക് ബ്രേക്ക് ഇടേണ്ടതുണ്ട്. അവരുടെ മുഖ്യമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആയുധപരമായിട്ട് റഷ്യയും സാമ്പത്തികമായിട്ട് ചൈനയുമാണ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യ വരുന്നുള്ളൂ. ഇന്ത്യ അവർക്കൊരു വിദൂരമായ തലവേദനയാകാമെന്ന ഭീതിയും ഭീഷണിയും അവർ തിരിച്ചറിയുന്നുണ്ട്. അതനുസരിച്ചാണ് അവർ അവരുടെ സാമ്പത്തിക നയ ആസൂത്രണങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ഇപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് സാറിനെ കാണണം, എനിക്കൊരു 60 അപ്പാച്ച ഹെലികോപ്റ്റർ വേണമെന്ന് നരേന്ദ്രമോദി ചോദിച്ചു എന്നുള്ളത്. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ നമ്മളൊക്കെ പത്രം വായിക്കുന്നവരോ അല്ലെങ്കിൽ മീഡിയയിൽ ഇൻ്റർനാഷണൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുന്നവരാണ്. നമുക്കറിയാം S-35 അവരുടെ ഏറ്റവും ആധുനികമായ വിമാനം നമ്മൾക്ക് തരാമെന്ന് പറഞ്ഞു, നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സാങ്കേതികവിദ്യ ചോദിച്ചു, ഒരു പക്ഷേ അത് സാങ്കേതികവിദ്യയോടുകൂടി തന്നെ തന്നാലും നമ്മളത് വാങ്ങിക്കുകയില്ല. അപ്പോൾ അത് നമ്മൾ ഒഴിവായപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് F-21 പ്രത്യേകമായി നിർമ്മിച്ചു തരാം.
അതായത് അതൊരു 5ാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ എല്ലാ സവിശേഷതകളും ഉള്ളതാണ്. അല്ല, പഴയ ജനറേഷൻ അല്ലേ ഇത്? അല്ലല്ല, എഫ് ആണ്, F-21 F-16 ആണല്ലോ തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ F-21 ഏറ്റവും ആധുനിക, മറ്റൊരു രാജ്യത്ത് ഞങ്ങളിത് കൊടുക്കുകയില്ല, ഇന്ത്യക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് നിർമ്മിച്ചു തരാം എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഇന്ത്യയിൽ തന്നെ എൻ്റെ പ്ലാന്റ് നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ അവരോട് നോ പറഞ്ഞു. എന്നിട്ട് നമ്മൾ റഷ്യയുടെ വിമാനത്തിനോടാണ് നമ്മൾ താല്പര്യം കാണിച്ചത്. ഇത്രയും സംഭവം കഴിഞ്ഞപ്പോൾ ആണ് യഥാർത്ഥത്തിൽ US അതിൻ്റെ നയം മാറ്റി തുടങ്ങിയത്. US നയം മാറ്റി തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ ഇത്രയേറെ ജനസംഖ്യയുള്ള, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ആ ജനസംഖ്യയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ചെറുപ്പക്കാരുടെ ശതമാനം 50% കൂടുതലാണ്. അതേപോലെ തന്നെ പർച്ചേസിങ് കപ്പാസിറ്റി ഉണ്ട്. കൂടുതലായി ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരാണ്. ടെക്നോളജി ഉള്ള രാജ്യമാണ്. അതേപോലെ തന്നെ അമേരിക്കയിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ബ്രെയിനിൻ്റെ ഉടമകളാണ്. ഗൂഗിളിൽ ഉൾപ്പെടെ എന്തെല്ലാം സ്ഥാപനങ്ങളിലാണ് നമ്മുടെ ആൾക്കാർ സേവനമനുഷ്ഠിക്കുന്നത്, CEO-മാരുമായിട്ടുള്ള. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ അമേരിക്കക്ക് ഹാപ്പി ആകാൻ പോകുന്ന സന്ദർഭം എന്ന് പറയുന്നത്, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള വാണിജ്യ മന്ത്രാലയവുമായിട്ട് വിപുലമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇന്ത്യക്കൊരു പോളിസി ഉണ്ട് ഇപ്പോൾ. നേരത്തെ പേടിച്ചിട്ടും ഉണ്ടായിരിക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. പേടിയുള്ളതുകൊണ്ട് ഒന്നും പറയുകയില്ല. ഇപ്പം അങ്ങനെയല്ല, തന്ത്രപരമായ മൗനമാണ് നമ്മൾ ഇപ്പോൾ പാലിക്കുന്നത്. ആ തന്ത്രപരമായ മൗനം ഒരു ഡിപ്ലോമാറ്റിക് ഡിഫൻസാണ്, അല്ലെങ്കിൽ അത് നയതന്ത്രപരമായൊരു വലിയ പ്രതിരോധമാണ്. ആ രീതിയിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല. അനിശ്ചിതത്വത്തിൽ എതിരാളിയെ കുഴക്കുന്ന ഒരു രീതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഈ ഡീല് നമ്മൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് നമ്മൾ ആയിട്ടൊന്നും പറയുന്നില്ല. നമ്മളായിട്ട് പറയാത്തതിനൊരു കാരണമുണ്ട്. നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പേടിച്ചിട്ടാണ്. ശ്രീ രാഹുൽ ഗാന്ധിയെ പേടിച്ചിട്ടാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങൾ പറയുക. കാരണം അദ്ദേഹം ആ വിഷയത്തെ വളച്ചൊടിക്കുകയും തന്നെയല്ല, നയപരമായി വേറെ 1-2 പ്രശ്നങ്ങളുണ്ട്. അതായത് അമേരിക്കയിൽ ഇന്ത്യക്കെതിരെയുള്ള വലിയൊരു ലോബിയിങ് സമൂഹമുണ്ട്. ചൈന സ്പോൺസർ ചെയ്യുന്നതും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്നതുമായ, ഇപ്പോൾ ഒരുപക്ഷെ ആ ഭാഗത്തേക്ക് തുർക്കിയും കൂടെ വന്നിട്ടുണ്ടാകും. ഇവർ ഈ നയരൂപീകരണത്തിൽ അമേരിക്കയെ വളരെ ഏറെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അവരുടെ മുന്നിലൊന്നും പെടാത്ത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിട്ട് ഇന്ത്യ മാറുന്ന ഒരു കരാറിന് വേണ്ടിയാണ്. അല്ല എങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രിതമായ രീതിയിൽ നമ്മൾ എല്ലാം അല്ല, ഏറ്റവും വലിയൊരു വാതിൽ തുറന്നു കിട്ടാൻ പോവുകയാണ് വരുന്ന വികസിത ഇന്ത്യയിൽ. കാരണം ഇന്ത്യയുടെക്കാരുടെ ഈ വാങ്ങൽശേഷി കൂടുകയാണ്. അതിൻ്റെ തീരുമാനം അതീവ രഹസ്യമായിട്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ ചർച്ച നമ്മുടെ ജയശങ്കറിനെ പോലുള്ള ബുദ്ധിരാക്ഷസന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇതേക്കുറിച്ച് ഈ ഡീല് തീരുന്നവരെ ഒന്നും പറയേണ്ട എന്ന് വന്നിരിക്കുന്നത്. ആക്ച്വലി ഈ വാചകങ്ങളെല്ലാം അമേരിക്ക പ്രസിഡന്റ് വരുത്തുന്നത് ഈ ചർച്ചകളിൽ അമേരിക്കയ്ക്ക് മേൽക്കെട്ട് കൈ കിട്ടാനുള്ള സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ്. ഈ വരുത്തുന്നതെല്ലാം സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ്. ചർച്ച അതിഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ്. നമ്മൾക്കെതിരെ ഇത്രയും ചുങ്കം ഇപ്പോൾ കൂട്ടിയിട്ടുണ്ടല്ലോ. ആ ചുങ്കത്തിലും അമേരിക്കയിൽ നമ്മുടെ കച്ചവടത്തിന് 10% മാത്രമേ ഇടിവ് പറ്റിയിട്ടുള്ളൂ. അമേരിക്ക നമ്മളുടെ അങ്ങോട്ടുള്ള കയറ്റുമതിയിൽ 10% മാത്രമേ ഇടിവ് പറ്റിയിട്ടുള്ളൂ. അത് കാരണം അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി ഉണ്ട്. ഓക്കെ. അപ്പോൾ സ്റ്റൂപ്പിംഗ് ടു കോൺകർ എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ നല്ല കളിക്കാരൻ പന്തിന് മാക്സിമം മൊമെൻറ്റം കിട്ടാൻ വേണ്ടിയിട്ട്, ട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ പുറകോട്ട് ചലിക്കും എന്ന് പറയുന്ന പോലൊരു കാര്യമാണ് ഇപ്പോൾ അമേരിക്ക ചുങ്കം വഴിയും മറ്റും കാര്യങ്ങളിൽ പോകുന്നില്ല. ആ കാര്യങ്ങൾ വഴി പുറകോട്ട് പോയിട്ട് പന്തിന് മാക്സിമം ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട്, അത് ഗോളാക്കാൻ വേണ്ടിയാണ് ഈ രാജ്യം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞില്ലേ, എന്നെ സന്തുഷ്ടനാക്കുന്നില്ലെന്ന് പറയില്ലേ. അമേരിക്ക ആ സന്തുഷ്ടിയിലേക്ക് പോയുള്ള ഗുണം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ട്രേഡ് ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് എഗ്രിമെന്റ് ഉണ്ടായാൽ അമേരിക്കയുടെ മാന്ദ്യം മാറും. അമേരിക്കയിൽ ഒരുപാട് കമ്പനികൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടും. ഏതാണ്ട് ഇപ്പോൾ വരുന്ന എത്രയാണ് കടം കണക്ക് കൂട്ടിയിട്ടുണ്ടോ ഇപ്പോൾ അമേരിക്കയ്ക്ക് വരുന്ന? അമേരിക്കയുടെ കണക്കൂട്ട് പറ്റുന്നതിനേക്കാൾ ഭീകരമാണ്. ആ ലോകത്തെ ഏറ്റവും കൂടുതൽ കടമുള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്ക. അത്രയും കടമുള്ള ഒരു രാജ്യം. ഞാനൊരു കേട്ട കണക്കണിച്ച് 130 കോടി ബില്യൺ എങ്ങാണ്ടാണ് അതിന് ട്രില്യൺ കണക്കിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് 500 ട്രില്യൺ എന്നാണ് ഒരു ഈ അടുത്തിടെ ഞാൻ വായിച്ചത്. ട്രില്യനാണ് എന്നാണ് ഞാൻ വായിച്ചത്. സംശയമുണ്ട്. എന്തായാലും ശരി, കടക്കണിയിൽ അല്ല, ലോകത്ത് അത്രയും കടം ആർക്കും ഇല്ല. അത്രയും കടം ഒരു രാജ്യത്തിനുമില്ല. അമേരിക്കയുടെ അത്രയും സമ്പത്തുമില്ല, ആയതും ലോകത്തൊരു രാജ്യത്തിന് അത്രയും കടവുമില്ല.
അപ്പോൾ ഗതികേടിലാണ് അമേരിക്ക. അതുകൊണ്ട് പക്ഷേ ഇന്ത്യയാണ് അവർ രക്ഷിക്കാൻ പോകുന്നത്. ഇന്ത്യയായിട്ടുള്ള കരാറില്ലാതെ അവർക്ക് രക്ഷയില്ല. അതുകൊണ്ട് ഇന്ത്യ പറയുന്ന അവർ കേൾക്കും, അതനുസരിച്ച് ഒപ്പിടും. അതെപ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി തർക്കമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.